ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 രാവിലെ അടികൂടാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ ബിഗ് ബോസ് ഈ മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നത്. ഇന്ന് കൊടുത്തത് റാങ്കിങ് ടാസ്ക് ആയിരുന്നു. ഈ റാങ്കിങ് ടാസ്ക് കൊടുക്കുമ്പോൾ ഈ അനീഷൊക്കെ ഉള്ളപ്പോൾ നിന്ന് കത്തും എന്നുള്ള ഒരു ഉറപ്പാണല്ലോ, അത് അതുപോലെ തന്നെ സംഭവിച്ചു. 1 മുതൽ 19 വരെയുള്ള സ്ഥാനങ്ങൾ എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്ത് സോഫയുടെ ഇടത് സൈഡ് മുതൽ ഇരിക്കുക എന്നതായിരുന്നു ടാസ്ക്. പണിപ്പുരയിലേക്കുള്ള എൻട്രിക്കുള്ള ആ ഒരു ടൈം കൂടെ ഈ ടാസ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം സ്ഥാനത്തിന് 20 സെക്കൻഡ്, 2-ാം സ്ഥാനത്തിന് 15 സെക്കൻഡ്, 3-ാം സ്ഥാനത്തിന് 10 സെക്കൻഡും ആയിരുന്നു ലഭിക്കുന്നത്. പിന്നെ ആദിലെ നൂറയും സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ ഒരു ക്ലാസിക് ടാസ്ക് ആയ ഈ റാങ്കിങ് ടാസ്ക് നോർമലി നടത്തുമ്പോൾ മണിക്കൂറുകളോളം നീണ്ടു പോകാറുണ്ടല്ലോ. പക്ഷേ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് 1 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബസർ ടു ബസർ ആയിരുന്നു ടാസ്ക് നടന്നത്. ബസർ അടിച്ചത് മുതൽ അനീഷിന് ഒരേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നുള്ളൂ: 1-ാം സ്ഥാനത്തിന് അർഹനാണ് ഞാൻ, 1-ാം സ്ഥാനത്തിന് അർഹനാണ് ബിഗ് ബോസ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവരും സ്ഥാനങ്ങൾക്ക് വേണ്ടി തർക്കിച്ചു. സമയം പോയിക്കൊണ്ടിരുന്നു. പിടിവലിയുടെ വക്കിൽ വരെ എത്തി. ആദിലയുടെ കാല് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ടാസ്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഷാനവാസ് അനീഷിന് 1-ാം സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞ് എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അക്ബറും അക്ബാനിയും ജിസേലും എല്ലാം അതിനെ ശക്തമായിട്ട് എതിർത്തു. വെറുതെ അനീഷിന് 1-ാം സ്ഥാനം കൊടുത്താൽ ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും ചിലപ്പോൾ അനീഷ് മാത്രം നോമിനേഷനിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും, ബാക്കിയുള്ളവരെല്ലാം നോമിനേഷനിലേക്ക് വരാനും സാധ്യതയുണ്ടെന്നുള്ള ഒരു ആശങ്ക ജിസേല് പങ്കുവച്ചു. ബാക്കിയുള്ളവരെ മനുഷ്യരായിട്ട് പോലും കാണാൻ കഴിയാത്ത അനീഷിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഡ്രസ്സും വേണ്ട ഫുഡും വേണ്ട എന്ന നിലപാടായിരുന്നു അക്ബറിന്. അവസാനം അനീഷിന്റെ വാശിക്ക് മുന്നിൽ മുട്ടുമുടക്കാൻ തയ്യാറില്ലെന്നും ഡ്രസ്സും വേണ്ട ഫുഡും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തു. ഷാനവാസ് അത് ബിഗ് ബോസിനെ അറിയിച്ചു. ഇതിനിടയിലെല്ലാം തന്നെ അനീഷ് 1-ാം സ്ഥാനത്തിന് അർഹനാണെന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. നെവിൻ, ശാരിക, അനു ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡ്രസ്സും ഫുഡും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും അനീഷിന് 1-ാം സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. ബിഗ് ബോസ് സമയം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാലും അനീഷിന് 1-ാം സ്ഥാനം വിട്ടുകൊടുക്കാൻ ആരും തയ്യാറായില്ല. അവസാനം ഫൈനൽ ബസർ അടിച്ചു. ടാസ്ക് പറഞ്ഞ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട്, അതായത് ചർച്ച ചെയ്ത് ഏകകണ്ഠേന തീരുമാനിച്ച് ഓർഡറിൽ ഇരിക്കാത്തതുകൊണ്ട് ടാസ്ക് റദ്ദാക്കി. അതോടെ ഈ ആഴ്ചയിലെ ഒരു പണിപ്പുര പ്രവേശനം അവർക്ക് നഷ്ടമായി. പലരും അതിനെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത രീതിയിലാണ് കണ്ടതെങ്കിൽ മറ്റു ചിലർ അതിനെ ഒരു സർവൈവലിന്റെ പാർട്ടായിട്ട് വിട്ടുകൊടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു നിലനിന്നിരുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഫുഡിനും ഡ്രസ്സിനും വേണ്ടിയിട്ട് അനീഷിന് 1-ാം സ്ഥാനം വിട്ടുകൊടുക്കണമായിരുന്നോ, അതോ അവർ പറഞ്ഞ പോലെ അനീഷിന് മുമ്പിൽ മുട്ടുമുടക്കാതെ ഇപ്പം ചെയ്ത് തന്നെയാണോ വേണ്ടിയിരുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.